2024 ഓഗസ്റ്റ് 16 വെള്ളി. ഇന്ന് 1199 കർക്കിടകം 32. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ആക്രമണം, 17 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ചൊവ്വാഴ്ച രാത്രിയിലും ഇന്നലെയുമായി ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 5 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ 17 പേർ മരിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി യുഎസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ സമാധാന ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയാണ് ഇന്നലത്തേതെന്നാണ് ഇസ്രായേൽ നിലപാട്. ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഹമാസ് അറിയിച്ചു. എന്നാൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഐക്യരാഷ്ട്ര സംഘടന. ജൂലൈ 2 അംഗീകരിച്ച പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഹമാസ് പറയുന്നു. കുറ്റവാളിക്ക് വധശിക്ഷ ആവശ്യപ്പെട്ട മമത മുഖ്യമന്ത്രിയുടെ രാജി തേടി BJP ബംഗാളിൽ ഇന്ന് പ്രതിഷേധ പരമ്പര. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ബംഗാളിൽ വൻ പ്രതിഷേധങ്ങൾ. കുറ്റവാളിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കും. BJPയുടെ വനിതാ സംഘടനകൾ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും. അടുത്ത ഞായറാഴ്ചയ്ക്കകം കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മമതാ ബാനർജി CBIയോട് ആവശ്യപ്പെട്ടു. സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ 12 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. കൊൽക്കത്ത മെട്രോ റെയിൽ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. CPMം പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. RG കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യണമെന്നും CPM ആവശ്യപ്പെട്ടു. കേസിൽ 5 ഡോക്ടർമാരെയും ആശുപത്രി ജീവനക്കാരെയും CBI ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഫോറൻസിക് സംഘം ഇന്ന് ആശുപത്രിയിൽ വിശദമായ പരിശോധന നടത്തും. നാളെ രാവിലെ മുതൽ 24 മണിക്കൂർ സമരത്തിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ജൂനിയർ ഡോക്ടർമാർ ഇന്ന് പണിമുടക്കും. വാർഡ് ഡ്യൂട്ടിയും OPയും ബഹിഷ്കരിച്ചായിരിക്കും പണിമുടക്ക്. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 1-ലേറെ പ്രതികളുണ്ടോ എന്നാണ് സംശയമുയരുന്നത്. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ ഇക്കാര്യം ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. അറസ്റ്റിലായ സഞ്ജയ് റോയ്ക്ക് പുറമെ ആരെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണോ എന്നായിരിക്കും CBI പ്രധാനമായും അന്വേഷിക്കുക. എന്തുകൊണ്ട് ആദ്യം ആത്മഹത്യയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യവും അന്വേഷിക്കും. വിനേഷിന് വീണ്ടും അപ്പീൽ നൽകാൻ അവസരം, താരത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമാക്കിയ അയോഗ്യതയ്ക്കെതിരെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നടത്തുന്ന നിയമ പോരാട്ടത്തിന് തിരിച്ചടി. അയോഗ്യത ചോദ്യം ചെയ്ത് രാജ്യാന്തര ഗുസ്തി ഫെഡറേഷനെതിരെ ഓഗസ്റ്റ് 7 വിനേഷ് നൽകിയ അപ്പീൽ തള്ളിയതായി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 9:30 രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതി അറിയിച്ചു. അപ്പീൽ തള്ളിയതായി മാത്രമാണ് കോടതിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. കാരണങ്ങൾ വിശദീകരിച്ചിട്ടില്ല. രാജ്യാന്തര കോടതിയുടെ തീരുമാനത്തിനെതിരെ വിനേഷിന് വീണ്ടും അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 50 കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിന് മുൻപ് നടത്തിയ പരിശോധനയിൽ 100 ഗ്രാം ഭാരക്കൂടുതൽ കണ്ടെത്തിയതോടെയാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. ഇതോടെ മെഡലും നഷ്ടമായി. എന്നാൽ ഇതിന് തലേന്ന് നടന്ന ഭാരപരിശോധനയിൽ വിജയിക്കുകയും 3 മത്സരങ്ങൾ വിജയിച്ച് ഫൈനലിലെത്തുകയും ചെയ്തപ്പോൾ ശരീരഭാരം അനുവദനീയമായ പരിധിയിലായിരുന്നുവെന്ന് വിനേഷ് വാദിച്ചു. അതിനാൽ തനിക്ക് വെള്ളി മെഡലിന് അർഹതയുണ്ടെന്നായിരുന്നു 29-കാരിയായ വിനേഷിൻ്റെ അപ്പീൽ. ഫൈനലിൽ തോറ്റ ക്യൂബൻ താരത്തിനൊപ്പം സംയുക്ത വെള്ളി മെഡൽ ജേതാവാക്കണമെന്നായിരുന്നു വിനേഷിൻ്റെ ആവശ്യം. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയെയും യുണൈറ്റഡ് റെസ്ലിംഗ് വേൾഡിനെയുമായിരുന്നു എതിർകക്ഷികളാക്കിയിരുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും അപ്പീലിൽ കക്ഷി ചേർന്നിരുന്നു. പാരീസിലെ അഭിഭാഷകരുടെ സഹായത്തോടെ വിനേഷ് ഫോഗട്ടാണ് അപ്പീൽ നൽകിയത്. പിന്നീട് കക്ഷി ചേർന്ന IOAയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനും മുൻ സോളിസിറ്റർ ജനറലുമായ ഹരീഷ് സാൽവെ, കായിക നിയമങ്ങളിൽ വിദഗ്ധനായ വിദുഷ്പദ് സിംഘാനിയ എന്നിവരും വിനേഷിനായി രാജ്യാന്തര കോടതിയിൽ വാദിച്ചു. ഓഗസ്റ്റ് 10 വിധി പ്രസ്താവിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. അത് പിന്നീട് 13-ലേക്കും 16-ലേക്കും നീട്ടി. വിധി പ്രഖ്യാപനം നീണ്ടതോടെ വിനേഷിന് മെഡൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. എന്നാൽ അപ്പീൽ തള്ളിയതായുള്ള കോടതിയുടെ അറിയിപ്പ് ഇന്നലെ രാത്രി പുറത്തു വന്നതോടെ പ്രതീക്ഷകൾ അവസാനിച്ചു. രാജ്യാന്തര കായിക കോടതിയുടെ തീരുമാനം ഞെട്ടിക്കുന്നതാണ്. വിധിക്കെതിരെയുള്ള തുടർന്നുള്ള എല്ലാ സാധ്യതകളും തേടും. വിനേഷിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് PT ഉഷ അറിയിച്ചു. 4 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന്. കേരളത്തിലെ ഉപതിരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിക്കും. മഹാരാഷ്ട്ര, ഹരിയാന, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ
നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വയനാട്, തൃശൂർ, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ രാജ്യത്തിനാകുന്നില്ല, ഇടപെടലുകൾ വേണം. വയനാട് ദുരന്തത്തെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുവായ മുന്നറിയിപ്പുകളായല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ ഉയരാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തും നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ. പ്രാദേശിക അസന്തുലിതാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കേരളം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ആ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഘട്ടമാണ് ഇത്. എന്നാൽ നമുക്ക് ഇതും അതിജീവിക്കേണ്ടതുണ്ട്. നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യത്തിൻ്റെ 8 ദശാബ്ദത്തോളമാകുന്ന ഈ ഘട്ടം ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെതാകേണ്ടതുണ്ട്. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നോ നമ്മുടെ സ്വപ്നങ്ങൾ, അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കണം. ഇനിയും നേടിയെടുക്കാനുള്ളത് എന്തൊക്കെയാണ്, അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രസക്തമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശുഭദിനം. നന്ദി.